സംസ്ഥാനത്ത് പാചകവാതക വിതരണ പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. LPG വിതരണക്കാരുടെ യോഗമാണ് മുഖ്യമന്ത്രി ഓൺലൈനായി വിളിച്ചത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, സംസ്ഥാനത്തും നിലവിൽ ഇത് സംബന്ധിച്ചൊരു പ്രതിസന്ധിയുണ്ട്. കാരണം ഹോട്ടൽ ഉടമകളൊക്കെ നമ്മളോട് ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി അടക്കം ചീഫ് സെക്രട്ടറിമാരോട് ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകിയിട്ടുണ്ടല്ലോ. ആ ഒരു പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്? ശ്രീജ, തീർച്ചയായും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളിൽ പലതും ഇതിനോടകം അടച്ചുപൂട്ടിക്കഴിഞ്ഞു. മറ്റ് അവശേഷിക്കുന്നവ പോലും ഇത്തരത്തിൽ പാചകവാതകം അവർക്ക് കിട്ടാനില്ല എന്നുള്ളൊരു പ്രതിസന്ധി നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. 1-2 ദിവസത്തിനുള്ളിൽ ആ ഹോട്ടലുകൾ കൂടി അടച്ചുപൂട്ടാനുള്ള ഒരു ഒരുക്കത്തിലാണ് എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് മാത്രമല്ലാതെ ബദൽ മാർഗ്ഗങ്ങളുണ്ടോ എന്നൊരു അന്വേഷണത്തിൽ കൂടിയാണ് ഹോട്ടൽ ഉടമകൾ. ഈ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഏതായാലും നിലവിൽ ഒരു ഓൺലൈനായിട്ട് ഈ പ്രതിസന്ധി എന്തൊക്കെ പരിഹാരം കാണാമെന്ന തരത്തിലൊരു യോഗം വിളിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിമാരും അതുപോലെ തന്നെ വിവിധ വകുപ്പ് മന്ത്രിമാരും ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 5:30 യോഗം ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ ഏതായാലും ഈ യോഗം തുടരുകയാണ്. ചീഫ് സെക്രട്ടറിമാർക്ക് നേരത്തെ തന്നെ ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഇത്തരത്തിൽ പാചകവാതക പ്രതിസന്ധി ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. പ്രധാനമായും ഹോട്ടലുകളെയും റെസ്റ്റോറൻറ്റുകളെയും ഇത് പ്രധാനമായും ബാധിക്കുന്നത് എന്നുള്ളതാണ്. നിലവിലേതായാലും ഇത്തരത്തിൽ ഈ പാചകവാതക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനോട് നിരവധി ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ തന്നെ യോഗത്തിൽ ചർച്ചയാകും. അതുകൂടാതെ തന്നെ ഈ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി ഇനിയും തുടരുകയാണെങ്കിൽ അതിന് ബദൽ സംവിധാനങ്ങൾ എന്തൊക്കെ കണ്ടെത്താം, അല്ലെങ്കിൽ എന്താണ് ബദൽ സംവിധാനങ്ങൾ നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാനാവുന്നത് എന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ നിലവിലേതായാലും യോഗത്തിൽ ചർച്ചയാകും. അല്പസമയത്തിനകം യോഗം പൂർണ്ണമാകും. അതിനുശേഷമായിരിക്കും എന്തൊക്കെ തീരുമാനങ്ങളാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവരിക.